കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 അങ്ങനെ വീണ്ടും തുടങ്ങാനായി പോവുകയാണ്. നമുക്കറിയാം ഇത്തവണ കുറച്ച് ലേറ്റായിട്ടാണ് ഈ സീസൺ തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ സീസൺ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് നിൽക്കുന്നത്. അതിനനുസരിച്ചുള്ള പ്രൊമോസും കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ഒരു സീസൺ, അതായത് സീസൺ 7 ഒരു ദുരന്തമായി മാറുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എടുത്തു പറയാനായിട്ട് നമുക്കറിയാം, സീസൺ 6 നോക്കുമ്പോഴത്തേക്കും സീസൺ 5 നോക്കുമ്പോഴത്തേക്കും പ്രതീക്ഷയ്ക്ക് ഉയരാത്ത രണ്ട് സീസണുകളാണെന്ന കാര്യത്തിൽ സംശയമില്ലായിരുന്നു. കാരണമെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വന്ന കണ്ടസ്റ്റൻസിൻ്റെ പോരായ്മകൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് ശരിക്കും അത് നിലനിർത്തുന്നതും പ്രേക്ഷകർക്കിടയിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്നതെന്ന് പറയുന്നത് ശരിക്കും ആ കണ്ടസ്റ്റൻസിൻ്റെ ഓരോ നിലവാരത്തിനനുസരിച്ച്, അതായത് കണ്ടസ്റ്റൻസ് നൽകുന്ന കണ്ടന്റ് അനുസരിച്ചാണ് ഇത് പുറത്തൊരു ചർച്ചാ വിഷയമായി മാറുന്നത്. ക്വാളിറ്റി കണ്ടന്റ്സ് നൽകുന്നവരുമുണ്ട്, അതേസമയം ഏറ്റവും തറ കണ്ടന്റ്സ് നൽകുന്നവരും ഈ ഷോയിലുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ അതൊരു ചർച്ചാ വിഷയമായി മാറണമെങ്കിൽ അത്രത്തോളം ആ ഒരു ഷോയ്ക്ക് ഒരു റേറ്റിംഗ് ഉണ്ടാവണം. ആ റേറ്റിംഗ് ഉണ്ടാവണമെങ്കിൽ അത് കണ്ടസ്റ്റൻസ് വിചാരിച്ചാൽ മാത്രമേ ആ ഒരു റേറ്റിംഗ് ഉയരത്തുള്ളൂ. അതിന് ആ കണ്ടസ്റ്റൻസ് കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചിരിക്കും ആ റേറ്റിംഗ് ഉയരുന്നതും അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ആ ഷോ വിജയിക്കുന്നത്. സീസൺ 6 സീസൺ 5 സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുത്ത് തന്നെയാണെന്ന് അതിൽ സംശയമില്ല. കാരണം വ്യൂവേഴ്സ് കൂടുതലായിരുന്നെങ്കിൽ പോലും ആ സീസണുകൾ രണ്ടും ഒരു പരാജയമായിരുന്നു. പ്രധാനമായി പറയുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നമ്മളൊരു സിനിമ കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത്. കാരണം ഒരു സിനിമയ്ക്കകത്ത് ഒരു നായകനും ഒരു വില്ലനും വേണം. അതുമാത്രമല്ല, അതുപോലെ തന്നെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരിക്കണം സിനിമ എന്ന് പറയുന്നത്. കാരണം ഒരു ഫസ്റ്റ് ഹാഫൊക്കെ കഴിയുമ്പോഴത്തേക്കും പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ വന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് കാണുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ. കാരണം കുറച്ചൊക്കെ കഴിയുമ്പോൾ, അതായത് തുടങ്ങി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊട്ടലും ചീറ്റലും വളരെയധികം ട്വിസ്റ്റുകളും ഒക്കെ സംഭവിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളുപ്പ് ഷോ ആയിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ബിഗ് ബോസ്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ 2 സീസണിൽ സംഭവിച്ചതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2 സീസണും ദുരന്തമായിരുന്നു. എടുത്തു പറയാനായിട്ട് ഈ കഴിഞ്ഞ സീസൺ തന്നെയാണ്. ഈ കഴിഞ്ഞ സീസണിൽ എന്തിനോ ആർക്കോ വേണ്ടിയിട്ട് ഒരു കപ്പങ്ങ് കൊടുത്തു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. സീസൺ 5 പിന്നും നമുക്ക് പറയാം. കാരണം അതിൽ ഒരു ഹീറോ ആയിട്ട് അഖിൽ മാരാർ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അഖിൽ മാരാറിനെ നേരിടാനായിട്ട് ഒരു എതിരാളി ഇല്ലായിരുന്നു എന്നതായിരുന്നു ആ ഷോയിലെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേ നേരെ മറിച്ച് സീസൺ 6 വരുമ്പോഴത്തേക്ക് ഇത് രണ്ടുമില്ല. നായകനുമില്ല, വില്ലനുമില്ല, ആരുമില്ലാത്ത എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു ഷോ ആയിരുന്നു സീസൺ 6 എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിൻ്റെ കുഴപ്പം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല. ബിഗ് ബോസ് സെലക്ട് ചെയ്ത് അതിനുള്ളിൽ കയറ്റി വിട്ട കണ്ടസ്റ്റൻസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ സീസൺ ഒരു തരത്തിൽ ആളുകൾക്ക് ദഹിക്കാതെ പോയതെന്നുള്ളതും വാസ്തവം തന്നെയാണ്. അതേസമയം എടുത്തു പറയാനുള്ളതെന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒരു അടിപൊളി സീസൺ, കാരണം ജനങ്ങൾ ഒരിക്കലും മറക്കാത്ത സീസണുകൾ എന്ന് പറയുന്നത് ഒന്ന് സീസൺ 2 അതോടൊപ്പം തന്നെ സീസൺ 4 ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ 2 സീസണുകൾ തന്നെയാണ് ഒരു കോളിളക്കം ഉണ്ടാക്കിയ സീസണുകൾ എന്ന് പറയുന്നത്. ആ സീസണുകൾ പോലെ ഒരു സീസൺ വന്നിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നതും ഈ 2 സീസണുകളിലും ഒരു നായകനും ഉണ്ടായിരുന്നു, ഒരു വില്ലൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വില്ലത്തി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ജനങ്ങൾക്ക് അത് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയതും. ആ സീസണുകൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു വേറെ ലെവൽ സീസണായിട്ട് തന്നെ ഇപ്പോഴും മലയാളി മനസ്സിൽ നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ വരുന്ന സീസൺ 7 ബിഗ് ബോസിന് വീണ്ടും അബദ്ധം പറ്റുകയാണോ എന്നത് ചോദ്യമാണ്. കാരണം ഈ സീസൺ 7 കുറേയധികം ആൾക്കാരെയൊക്കെ കുത്തി കയറ്റുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ അത് ആരൊക്കെ എന്നുള്ളത് ട്വിസ്റ്റായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ച് പല സംഭവവികാസങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ കൊണ്ടുവരുന്നവരൊക്കെ തന്നെ അവിടെ മര്യാദയ്ക്ക് നല്ല രീതിക്ക് ജനങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കൊടുത്ത് നിൽക്കാൻ പറ്റുന്നവർ തന്നെയാണോ എന്നുള്ളത് ബിഗ് ബോസ് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ചുമ്മാ എല്ലാത്തിനെയും കുത്തിക്കയറ്റി അതിനകത്ത് ഇട്ടിട്ട് തീറ്റയും കൊടുത്ത് പൈസയും കൊടുത്തിട്ടിട്ട് ഒരു കാര്യമില്ല. ജനങ്ങൾക്കൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതനുസരിച്ചുള്ള കണ്ടന്റുകൾ കൊടുക്കാനായിട്ട് അവർക്ക് കഴിയണം. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും സീസൺ 7 ആയാൽ പോലും ഈ പറയുന്ന രീതിയിൽ സീസൺ 6 അതുപോലെ തന്നെ സീസൺ 5 സംഭവിച്ച തരത്തിലുള്ള കാര്യങ്ങൾ മാറും, ഒരു ദുരന്ത സീസണായിട്ട് മാറും. അത് മാറണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇനിയെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല രീതിയിൽ കളിക്കാനായിട്ട് കെൽപ്പുള്ളവരെ അതിൻ്റെ അകത്ത് പറഞ്ഞു വിടും. അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ സംഗതി കളറാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതല്ലെങ്കിൽ വീണ്ടും ഒരു ദുരന്ത സീസണിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കേരളത്തിലെ ജനങ്ങൾ. അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ സീസൺ 7 എങ്കിലും
വിചാരിച്ച കണക്ക് കാര്യങ്ങൾ ഉഷാറാകുമോ, അതല്ല ഒരു ദുരന്ത സീസണായിട്ട് കുറേയധികം കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് ഒരു വീടിനുള്ളിൽ ചുമ്മാ താമസിപ്പിച്ച് തീറ്റിയും കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്ന ഒരു ഷോ ആയിട്ട് മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.